എല്ലാവർക്കും എൻ്റെ പുതിയൊരുള്ളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ലൈറ്റ് ടോൺ ടൂറിലാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്ത് വെച്ചിരിക്കുന്നത് യെല്ലോ ടോൺ എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ അതോടൊപ്പം എൻ്റെ പ്രീസെറ്റ് ഫയൽ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തതാണ്. പക്ഷേ ഫയൽ പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആണ്. നിങ്ങളിപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ആ പാസ്വേഡിന് വേണ്ടി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാം. ആദ്യമേ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യണം. അതിനോട് നിങ്ങൾ ലൈറ്റ് ടൂളിലേക്ക് പോവുക. ഞാൻ ഇപ്പോൾ എക്സ്പോഷർ ഒരു പൊടിക്ക് കുറയ്ക്കുന്നുണ്ട്. ഏകദേശം ഒരു 0.10 വരെ ഞാൻ ഇവിടെ കുറച്ചിട്ടുണ്ട്. ഇനി അടുത്ത കോൺട്രാസ്റ്റ് ഏകദേശം നിങ്ങൾ ഒരു 20 വരെ കൂട്ടുക. നിങ്ങൾ കൃത്യം ഈ ലെവലിൽ തന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താലോ കൃത്യമായി എഫക്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഷാഡോസ് ഏകദേശം ഒരു 66 വരെ നിങ്ങൾക്ക് കൂട്ടാം. പിന്നെ അടുത്ത വൈറ്റ്സിലേക്ക് പോകും. വൈറ്റ്സ് നമുക്ക് ഫുള്ള് കുറയ്ക്കാം. ഏകദേശം 100 വരെയാണ് കുറയ്ക്കേണ്ടത്. ഇനി അടുത്ത ബ്ലാക്ക്സ് ആണ്. ബ്ലാക്ക്സിൻ്റെ നമുക്ക് ഏകദേശം ഒരു 16 വരെയാണ് ഇവിടെ കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബേസിക് കളർ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് കെയർ ടൂളിലേക്ക് പോകാം. നമുക്ക് ചെറിയൊരു കെയർ ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കെയറിൻ്റെ സെറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത് ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ആ കളർ ടൂളിലേക്ക് പോവാം. കളർ ടൂളിൻ്റെ നമുക്ക് ടെമ്പറേച്ചർ ഏകദേശം ഒരു 18 വരെ നമുക്ക് ഇവിടെ കൂട്ടാം. അടുത്തത് വൈബ്രൻസിലേക്കാണ് ഉണ്ട്. വൈബ്രൻസ് ഏകദേശം ഒരു 26 വരെ നമുക്കിവിടെ കുറയ്ക്കാം. അപ്പം നമുക്കിനി അടുത്തതായിട്ട് കളർ ഗ്രേഡിങ് ചെയ്യാം. അതിനോട് നിങ്ങൾ മിക്സ് ടൂളിലേക്ക് പോവുക. തൊട്ട് മണ്ടേ തന്നെ മിക്സ് ടൂളിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ അവിടെ സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂട്ടുവാണ്. ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടി. ഏകദേശം 20ഉം 38ഉമാണ് അതിൻ്റെ വാല്യൂ സാച്ചുറേഷൻ ലൂമിനൻസിൻ്റെയും. ഇനി അടുത്ത് നിങ്ങൾ റെഡിലേക്ക് പോവുക. റെഡിൻ്റെ അകത്ത് ഞാൻ ഇവിടെ സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറയ്ക്കുവാണ്. ഏകദേശം ഒരു 15 വരെ അവിടെ കുറച്ചു. ലൂമൻസിന് ഏകദേശം ഒരു 50-55 റേഞ്ച് ഞാൻ അവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത് യെല്ലോയിലേക്ക് പോകാം. യെല്ലോയ്ക്കകത്ത് നമുക്ക് ഏകദേശം ഒരു സാച്ചുറേഷൻ ഒരു 42 വരെ നമുക്കിവിടെ കുറയ്ക്കണം. ഇനി അടുത്ത് നമുക്ക് ഗ്രീനിലേക്ക് പോവാം. ഗ്രീനിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം ഒരു ഹ്യൂ ഒരു 6 വരെ നമുക്കിവിടെ കുറയ്ക്കാം. സാച്ചുറേഷൻ ഏകദേശം ഒരു 48 വരെ നമുക്കിവിടെ കൂട്ടാം. ലൂമിനൻസ് ഏകദേശം ഒരു 6 വരെ നമുക്കിവിടെ കുറയ്ക്കാം. ഇനി അടുത്ത് അക്വയിലേക്ക് പോവുക. അക്വയ്ക്ക് അത് സാച്ചുറേഷൻ നിങ്ങൾ ഫുള്ള് കൂട്ടുക. അടുത്ത ബ്ലൂവിലേക്ക് പോവുക. ബ്ലൂവിൻ്റെ അത് നിങ്ങൾ സാച്ചുറേഷൻ ഫുള്ള് കൂട്ടുക. അപ്പം നമ്മുടെ കളർ ഗ്രേഡിങ് കഴിഞ്ഞ് നമുക്ക് ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നിങ്ങൾ എഫക്ട്സിലേക്ക് പോവുക. എഫക്ട്സിൻ്റെ അത് ക്ലാരിറ്റി നമുക്ക് ഏകദേശം ഒരു 40 റേഞ്ച് നമുക്ക് കൂട്ടാം. ഡീഹൈസ് ഒരു പൊടിക്ക് ഞാൻ കൂട്ടിയിട്ടുണ്ട്. അടുത്ത നമുക്ക് സ്പ്ലിറ്റ് ഓണിലേക്ക് പോവാം. സ്പ്ലിറ്റ് ഓണിൻ്റെ അത് നമുക്ക് ഹൈലൈറ്റ്സ് ഹ്യൂ ഏകദേശം ഒരു 255 വരെയും സാച്ചുറേഷൻ ഒരു 38 വരെയും നമുക്ക് കൂട്ടാം. ഇനി അടുത്തത് ഷാഡോസിൻ്റെ അകത്ത് നമുക്ക് ഹ്യൂ ഒരു 244 വരെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സാച്ചുറേഷൻ ഒരു 12 വരെയും.
രണ്ടെണ്ണം കൊടുക്കാം. അടുത്ത ഡീറ്റെയിൽസിലേക്ക് പോവുക. ഡീറ്റെയിൽസ് ന്യൂസ് സെലക്ഷൻ ഒരു പൊടിക്ക് കൂട്ടാം. കളർ ന്യൂസ് സെലക്ഷൻ ഒരു പൊടിക്ക് കൂട്ടാം. അതിനുശേഷം ഇപ്പോൾ ലൈറ്റ്സിൽ പോയിട്ട് എക്സ്പോഷർ ഒരു പൊടിക്ക് കുറയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോകൾ അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.